തോൽവിയിൽ കനത്ത തോൽവിക്ക് കാരണമായത് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ ഈ ധാർഷ്ട്യമാണ് എന്ന് പല അംഗങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ താഴെ തട്ടിലുള്ള അണികളുടെയും കീഴ്ഘടകങ്ങളുടെയും ഒന്നും അഭിപ്രായം കേൾക്കാൻ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തയ്യാറാകുന്നില്ല. ഏരിയ കമ്മിറ്റികളുടെ വാ മൂടി കിട്ടുന്നു എന്നുള്ളതാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനെതിരായ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം. ഒപ്പം തീരുമാനങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ വലിയ വിമർശനം നേതൃത്വങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലടക്കം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ജി സുധാകരനെ എതിർക്കുന്നതിൽ പാർട്ടിക്ക് വലിയ വീഴ്ച സംഭവിച്ചു. വികസന നായകനാണ് ജി സുധാകരൻ എന്ന പൊതുവികാരത്തെ, ഒരു പൊതുധാരണയെ മറികടക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ജി സുധാകരൻ പാർട്ടിയുടെ കീഴിൽ നിന്നപ്പോഴാണ് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന് യു പ്രതിഭയെ ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. അതിൽ ആർ നാസറിനെതിരെയാണ് യു പ്രതിഭ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ തോൽവിക്ക് പിന്നാലെ യു പ്രതിഭ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം, അത് കായംകുളത്തെ പാർട്ടി കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചില്ല, പാർട്ടി അണികൾ പോലും തനിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ള വിമർശനമായിരുന്നു. അതിനെതിരെ ഈ ജില്ലാ സെക്രട്ടറി ആർ നാസർ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം, യു പ്രതിഭ തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം അസംബന്ധം പറയുന്നു എന്നുള്ളതായിരുന്നു. അവർക്ക് ഒപ്പം പ്രതിഭയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ വന്ന മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ആർ നാസർ നൽകിയിരുന്നു. അതിലാണ് യു പ്രതിഭ ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആർ നാസറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഈ കായംകുളത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ തന്നെ മോശക്കാരിയാക്കി എന്നുള്ളതാണ് ആർ നാസറിനെതിരെ യു പ്രതിഭ പറയുന്നത്. ഒപ്പം മാധ്യമങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി നൽകിയ പ്രതികരണം വസ്തുത പരിശോധിക്കാതെയാണ് എന്നുകൂടി പറയുന്നു. ജില്ലാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്ന കടുത്ത വിമർശനം കൂടി ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭ ഉന്നയിച്ചിട്ടുണ്ട്. വിമർശിക്കുന്നവരെ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന പ്രവണതയാണ് ജില്ലാ കമ്മിറ്റിയിലെ പല നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നും യു പ്രതിഭ ഇന്ന് ആരംഭിച്ചു, ഒപ്പം ഇന്ന് ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ആ പ്രതികരണത്തിന് ശേഷം ജില്ലാ കമ്മിറ്റിയിലെ പല അംഗങ്ങളും യു പ്രതിഭയ്ക്കെതിരെ വലിയ തോതിൽ തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഇറങ്ങിയ സഖാക്കളെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് യു പ്രതിഭ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം എന്ന് പറയുന്നുണ്ട്. യു പ്രതിഭയ്ക്കെതിരായ വലിയ വികാരം കായംകുളത്തുണ്ടായിരുന്നു. അവർ നടത്തിയ പല പ്രതികരണങ്ങളും പരാമർശങ്ങളും ജനത്തെ പാർട്ടിക്ക് പോലും എതിരാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മറ്റ് ജില്ലകളിലേതുപോലെ ആലപ്പുഴയിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. അതേ, നേതാക്കളുടെ ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലെ തോൽവി എന്നാണ് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളാണ് അശ്വിൻ പാലാടി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.